വേണുവിനെതിരെയുള്ള കേസുകളെല്ലാം നന്ദു അറിയുന്നുണ്ട്. പുതുതായി സ്റ്റേഷനിലോട്ട് ചാർജ് എടുത്തതിന് ശേഷം ആദ്യമായിട്ട് വന്ന കേസ് തന്നെ വേണുവിനെതിരെയായിരുന്നു. ആദ്യം നന്ദുവിന് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നന്ദു നേരെ വിളിക്കുന്നത് അനിയെ ആയിരിക്കും. അനിയെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട്. അനി നന്ദു വിളിച്ചതും പെട്ടെന്ന് തന്നെ നന്ദുവിനെ കാണാനായിട്ട് വരികയാണ്. എന്താ നന്ദു, നിന്നെ ഇപ്പൊ കാണാൻ പോലും കിട്ടുന്നില്ല. സ്റ്റേഷനിൽ ചാർജ് എടുത്തിട്ട് എങ്ങനെ പോണു? അതൊക്കെ നന്നായി പോന്നു. അല്ല, നീ എന്താ ഇപ്പൊ എന്നെ കാണണമെന്നും പറഞ്ഞേ? അത് എനിക്ക് നിന്റെ അടുത്ത് ഒരു സീരിയസ് കാര്യം പറയാനുണ്ട്. എൻ്റെ അടുത്തോ? എന്ത് കാര്യം? ഇങ്ങനൊരു കാര്യം അറിഞ്ഞ ഉടനെ ആക്ഷൻ എടുക്കേണ്ടതാ. പക്ഷേ ഞാൻ എന്തായാലും നിന്റെ അടുത്തുനിന്ന് സംസാരിച്ചിട്ട് വേണ്ടത് തീരുമാനിക്കാമെന്ന് കരുതിയിട്ടാ നിന്നെ വിളിച്ചു വരുത്തിയത്. നന്ദു, നീ വെറുതെ ടെൻഷൻ എടുപ്പിക്കല്ലേ. എന്താ കാര്യം? നിന്റെ അമ്മായിയച്ഛനെതിരെ ഒരുപാട് കേസുകളുണ്ട് സ്റ്റേഷനിൽ. തട്ടിപ്പും വെട്ടിപ്പും ഗുണ്ടായിസവും ഒക്കെയാ നിന്റെ അമ്മായിയച്ഛന് നേരെയുള്ള കംപ്ലൈൻറ്റ്സ്. എന്നാ ഇപ്പൊ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. 40 ലക്ഷം രൂപയാ നിന്റെ അമ്മായിയച്ഛൻ അയാളെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത്. കൊടുത്ത പൈസ ചോദിക്കാനായിട്ട് ചെല്ലുമ്പോ ഇന്ന് തരാം നാളെ തരാം എന്നൊക്കെ പറഞ്ഞ് അയാളെ മടക്കുന്നുണ്ട്. അത് മാത്രമല്ല, അനന്തപുരിലോട്ട് എൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തായാലും എത്രയും വേഗം തന്നെ പൈസ തിരികെ തരാം എന്നൊക്കെ തന്നെയാ എല്ലാവരോടും പറയുന്നേ. എന്തായാലും ആക്ഷൻ എടുക്കുന്നതിന് മുൻപേ നിന്നോട് വിവരം പറയാമെന്ന് കരുതി. നന്ദു, ഇതിലെനിക്ക് ഒന്നും പറയാനില്ല. ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. നീ നിന്റെ ജോലി ചെയ്യ്. നിനക്ക് കിട്ടിയ കംപ്ലൈന്റ് അല്ലേ, നീ അന്വേഷിക്കുക. എന്നിട്ട് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നന്ദുവിൻ്റെ അടുത്ത് അനി പറയുന്നുണ്ട്. അങ്ങനെ നന്ദു അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ അങ്ങനെ വേണു അനാമികയുടെ അടുത്ത് പറയുന്നുണ്ട്, മോളെ ഇപ്പം നമ്മൾ കുറച്ചുകൂടെ പേടിക്കണം. ആ നന്ദു എന്ന് പറഞ്ഞവളുണ്ടല്ലോ, അവൾ ഇവിടുത്തെ SI ആയിട്ട് ചാർജ് എടുത്തിരിക്കുക. ഇനി നമ്മുടെ ഈ ഉടായ്പ കളിയൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾക്ക് വല്ല കംപ്ലൈന്റും കിട്ടിയാ അവളത് അന്വേഷിക്കും. നമ്മൾ ഇത്രക്കാരാണെന്ന് അറിഞ്ഞാ ഇപ്പോ നിന്നെ സ്നേഹിക്കുന്ന നിന്റെ വല്യമ്മയും അതുപോലെ നിന്റെ അമ്മായിമ്മയൊക്കെ നിന്റെ എതിരെ തിരിയുമെന്നാ എനിക്ക് തോന്നുന്നേ. അച്ഛൻ വെറുതെ പേടിപ്പിക്കാതിരിക്കുക. അല്ലെങ്കിലേ അവളെ കൊണ്ട് ഒരു സമാധാനമില്ല. ഏതു നേരം അനിയുടെ പുറകെ തന്നെയായിരുന്നു. ഇപ്പം നമ്മൾ ഈ പേടിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അച്ഛൻ നന്നായിരുന്നെങ്കിൽ. എത്ര തവണ ഞാൻ പറഞ്ഞതാ അവള് നമുക്കൊരു എതിരാളിയാ, അവളെ അങ്ങ് തട്ടിക്കളയാനായിട്ട്. അപ്പൊ അച്ഛൻ എന്താ പറഞ്ഞത്? സമയാവട്ടെ, അവളൊക്കെ എന്താ എന്നൊക്കെ പറഞ്ഞ് പുച്ഛിച്ചു. ഇപ്പോ അവളെ പേടിക്കേണ്ട അവസ്ഥയാ. ഏത് നിമിഷവും ഇങ്ങ് കയറി വരും അച്ഛനെ അറസ്റ്റ് ചെയ്യാനായിട്ട്. എത്ര കേസാ അച്ഛൻ്റെ പോലീസ് സ്റ്റേഷനിലെന്ന് അച്ഛനറിയോ? മോളെ, നീ ഇപ്പൊ എന്നെയാ പേടിപ്പിക്കുന്നേ. എനിക്കാണെങ്കിൽ പോലീസുകാരെ കണ്ട അപ്പൊ കൈയും കാലും വിറയ്ക്കും. വേണുവേട്ടാ, ഇനി നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലേ? ഇനി എന്ത് ചെയ്യാനാ? അവൾ SI ആയി. ഇനിയിപ്പോ അവളുടെ കയ്യിലാ നിയമം മൊത്തം. അവൾക്ക് എങ്ങനെ വേണമെങ്കിൽ വളച്ചൊടിച്ച് നമുക്കെതിരെ കേസ് ഉണ്ടാക്കാം. അതൊക്കെ ഓർക്കുമ്പോഴാ എനിക്ക് പേടി. അവളെയും അവളുടെ വീട്ടുകാരെയൊക്കെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുള്ളതാ നമ്മള്. ഇനിയിപ്പോ അതിനൊക്കെ അവള് പകരം വീട്ടോ എന്ന് ഓർക്കുമ്പോഴാ എനിക്ക് പേടിയാവുന്നേ. അച്ഛൻ ടെൻഷൻ അടിക്കാതിരിക്കുക, എന്തെങ്കിലുമൊക്കെ മാർഗം ഉണ്ടാവും. അല്ല മോളെ, നമുക്കെന്തായാലും ദേവിയാനി ചേച്ചി ഒന്ന് കാണാൻ വേണ്ടി പോകണ്ടേ? നീ വാ, കുറച്ച് ദിവസമായി ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട്. നമുക്ക് 3 പേർക്കും ഒരുമിച്ച് പോവായെന്നും പറഞ്ഞ് അനന്തപുരിയിലോട്ട് 3 പേരും കൂടെ പോവാണ്. നന്ദു വേണുവിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് വീട്ടിലോട്ട് വരുമ്പോ വേണു അവിടെ കാണില്ല. വേണു, അനാമികയും രേവതിയും അനന്തപുരിയിൽ എത്തിയ വിവരം അനി നന്ദുവിനെ വിളിച്ചു പറയുന്നുണ്ട്. നീ അന്വേഷിക്കുന്ന ആള് ഇപ്പൊ ഇവിടെയുണ്ട്, ഇങ്ങോട്ട് വന്നാ കൈയോടെ പിടിക്കായെന്ന്. ഇത് കേട്ട് നന്ദു പറയുന്നുണ്ട്, അനന്തപുരിയിലോട്ട് ഞങ്ങൾ വരണോ? അതിനെന്താ, നീ അറസ്റ്റ് ചെയ്യാൻ വരുന്നതേ അനാമികയുടെ അച്ഛനെയാ. നിനക്ക് ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാം. ഇതും പറഞ്ഞ് അനി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. നന്ദു അങ്ങനെ നേരെ അനന്തപുരിയിലോട്ട് വരികയാണ്. എന്നാ ഈ സമയത്ത് വല്യമ്മയെ കാണാനായിട്ട് രേവതിയും വേണുവും അനാമികയും റൂമിലോട്ട് പോവാണ്. ആ, മോളുടെ അച്ഛനും അമ്മയും വന്നോ? കുറേ ദിവസമായാലോ കണ്ടിട്ട്. ഞങ്ങള് എപ്പോഴും വരണമെന്ന് കരുതും. പല തിരക്കുകളല്ലേ, കുറേ ബിസിനസ് കാര്യങ്ങളും ഒക്കെ ഇല്ലേ, അതൊക്കെ നോക്കി സമയം കിട്ടാറില്ല. അതുകൊണ്ടാ. മോള് പറയാറുണ്ട് അച്ഛൻ്റെ അമ്മയുടെയും വിശേഷങ്ങളൊക്കെ. ദേവേച്ചിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. മോള് അങ്ങോട്ട് വന്ന് 2 ദിവസം ആയപ്പോഴേക്കും ഞാൻ വല്യമ്മയുടെ അടുത്തോട്ട് പോവായെന്നും പറഞ്ഞ് ഒറ്റക്കാലിൽ നിൽക്കുമായിരുന്നു. ഏതു നേരം വല്യമ്മയുടെ കാര്യം പറയാൻ മാത്രമേ മോൾക്ക് നാവുള്ളൂ. ആണോ എന്നൊക്കെ പറഞ്ഞ് ദേവയാനി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. വല്യമ്മേ, 2 ദിവസം ഞാൻ ഇവിടെ ഇല്ലാത്ത കാരണം വല്യമ്മ മരുന്നും ഭക്ഷണമൊക്കെ നേരെ വണ്ണം കഴിക്കുന്നില്ലേ? അതൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. മോളില്ലാത്ത കാരണം ജാനകി എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നു എന്നൊക്കെ ദേവയാനി പറയണ. അപ്പോഴായിരിക്കും നന്ദു വരുന്നത്. നന്ദുവിനെ കാണുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ആ നന്ദു, നിന്നെ കണ്ടിട്ട് കുറെ നാളായല്ലോ. മോളെ ഈ വേഷത്തിൽ കാണുമ്പോൾ എന്തോ ഉള്ളിൽ വല്ലാത്ത സന്തോഷം. ആ മുത്തശ്ശന് സുഖല്ലേ എന്നൊക്കെ നന്ദു ചോദിക്കുകയാണ്.
അങ്ങനെ നവ്യ വരുന്നുണ്ട്. ആ നന്ദു, നിന്നെ കണ്ടിട്ട് എത്ര നാളായി. ഇപ്പൊ നിന്നെ വിളിച്ചു കഴിഞ്ഞാ നിനക്ക് ഫോൺ എടുക്കാൻ പോലും സമയമില്ല. ചേച്ചി കുറച്ച് തിരക്കായി പോയി, അതുകൊണ്ടാണെന്ന് നന്ദു പറയുന്നുണ്ട്. നന്ദുവിനെ കാണുമ്പോ അനിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ. അനി പറയുന്നുണ്ട് വന്ന കാര്യം നടക്കട്ടെ എന്ന്. എന്താ അനി, ഇവളെന്തിനാ വന്നിരിക്കുന്നേ എന്ന് നവ്യ ചോദിക്കാണ്. അത് പിന്നെ ഇവിടെ ഒരാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നതാ. ഇവിടെ ആളെ അറസ്റ്റ് ചെയ്യാനായിട്ടോ? എന്തൊക്കെയാ പറയുന്നേ എന്ന് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്. മുത്തശ്ശ, നമ്മുടെ വീട്ടിലുള്ള ഒരാളെയല്ല, പുറത്തുനിന്ന് വന്ന ഒരാളെ. എന്നാ ഇത് കേട്ട് രേവതിയും വേണുവും അനാമികയും വരികയാണ്. പേടിച്ചു നിൽക്കുന്നുണ്ട് എല്ലാവരും. ഹാ, ഇതാ വരുന്നു. നന്ദു, നീ വന്ന കാര്യം എന്തായാലും ചെയ്തോ എന്ന് അനി വീണ്ടും പറയാണ്. ഞാന് അനാമികയുടെ അച്ഛനെ അറസ്റ്റ് ചെയ്യാനായിട്ടാ വന്നിരിക്കുന്നേ. ഇത് കേട്ട് വേണു മകൻ ഞെട്ടുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞ നാവെടുത്തല്ലേ ഉള്ളൂ. എന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യാനോ? നീ എന്തൊക്കെയാ പറയുന്നതെന്നും പറഞ്ഞ് അനാമിക വരുന്നുണ്ട്. നിന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ തന്നെ. നിന്റെ അച്ഛനെതിരെ ഒരുപാട് കേസുകൾ സ്റ്റേഷനിലുണ്ട്. എന്നാ ഇപ്പൊ ഒരു കേസ് വന്നിട്ടുണ്ട്. 40 ലക്ഷം രൂപ നിന്റെ അച്ഛൻ വാങ്ങിച്ച് തിരികെ കൊടുത്തില്ല എന്ന് പറഞ്ഞ കേസ്. അതുകൊണ്ട് നീ ഞങ്ങളോടുള്ള ദേഷ്യം ഇങ്ങനെ തീർക്കാൻ നിൽക്കണ്ട. കള്ളക്കേസ് പറഞ്ഞിട്ട് എന്റെ അച്ഛനെ ഇവിടുന്ന് കൊണ്ടുപോവാൻ ഞാൻ സമ്മതിക്കില്ല. മുത്തശ്ശൻ തന്നെ പറ. ആര് പറഞ്ഞു കള്ളക്കേസാണെന്ന്? കള്ളക്കേസായിട്ട് ഞാൻ ഇങ്ങോട്ട് വരില്ല, അതും അനന്തപുരിയിലോട്ട്. വ്യക്തമായിട്ടുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട്. ഈ കേസുകൾ മാത്രമല്ല, ഒരുപാട് കേസുകളുണ്ട്. എല്ലാം ഒരുമിച്ച് എടുത്തു പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. നിന്റെ അച്ഛനെ മര്യാദയ്ക്ക് എൻ്റെ കൂടെ വിടുന്നതാ നല്ലതേന്ന് നന്ദു പറയുന്നുണ്ട്. മുത്തശ്ശ, പറയുന്ന കേട്ടില്ലേ? എൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ അച്ഛൻ എന്തിനാ മറ്റുള്ളവരെ കയ്യിൽ നിന്ന് പൈസയൊക്കെ കടം വാങ്ങിക്കുന്നേ എന്നൊക്കെ അനാമിക ഇങ്ങനെ വലിയ കാര്യത്തിൽ പറയാണ്. ഇത് കേട്ട് ദേവയാനി വരുന്നുണ്ട്. ദേവയാനി ഇത് കേട്ട് ആകെ ഞെട്ടി നിൽക്കാണ്. ജാനകി വന്ന് ചോദിക്കുന്നുണ്ട്, നന്ദു, നിന്റെ അധികാരമൊന്നും ഇവിടെ എടുക്കണ്ട. ഇതേ അനന്തപുരിയാ, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോവാനായിട്ട് ജാനകി പറയാണ്. ഇത് കേട്ട് മുത്തശ്ശൻ പറയുന്നുണ്ട്, നിർത്ത്. അവളെ നന്ദു എന്ന് പറയുന്ന ഇവിടുത്തെ മരുമകളുടെ അനിയത്തിയല്ല, ഇവിടുത്തെ SI-യാ. അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള ബഹുമാനം കൊടുത്തു വേണം അവളെടുത്ത് സംസാരിക്കാൻ. ഒരു കാര്യമില്ലാതെ നന്ദു ഇങ്ങോട്ട് വരില്ല എന്ന് എനിക്ക് ഉറപ്പാ. അതുകൊണ്ട് ഇവള് പറയുന്നത് ശരിയാണെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നേ. നന്ദുവിന്റെ ഡ്യൂട്ടി ചെയ്യട്ടെ, അല്ലാതെ എനിക്കിതിലൊന്നും പറയാനില്ല എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. വല്യമ്മേ, ഇവള് വെറുതെ കള്ളക്കേസ് പറഞ്ഞ എൻ്റെ അച്ഛനെ ഇപ്പൊ ഇവിടുന്ന് കൊണ്ടുപോകുന്നേ. അച്ഛനെ കൊണ്ടുപോകണ്ടെന്ന് പറ വല്യമ്മേ. മോളെ, ഞാൻ എന്ത് പറയാനാ? എനിക്കറിയാലോ മോളുടെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല എന്ന്. ഇവളും ഇവളുടെ ചേച്ചിമാരും ചേർന്നായിരിക്കും ഇങ്ങനൊരു നാടകം കളിക്കുന്നേ. ഇവളുടെ കയ്യിൽ ഇപ്പം അധികാരമുള്ള കാരണം എന്തും ചെയ്യാലോ. മോള് വിഷമിക്കണ്ട. അച്ഛനിപ്പോൾ പോട്ടെ. നമുക്ക് എന്തായാലും സ്റ്റേഷനിൽ നിന്ന് എത്രയും വേഗം തന്നെ ഇറക്കാമെന്ന് ദേവയാനി പറയാണ്. അങ്ങനെ നന്ദു വേണുവിനെ പിടിച്ചങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ സങ്കടത്തോടു കൂടി രേവതിയും അനാമികയും നിൽക്കുന്നുണ്ട്. വേണുവാണെങ്കിൽ ചെയ്ത തെറ്റിന് തന്നെയാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന് ഉറപ്പാണല്ലോ. എന്നാ അഭിനയത്തിന് ഒരു കുറവുമില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വേണു പറയുന്നുണ്ട്. അങ്ങനെ നേരെ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോകുന്നു.